സൂറത്ത് റൂമിന്റെ 22-ാമത്തെ വചനത്തിൽ പറയുന്നത് കാണാം. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ് വഖ്തിലാഫി അൽസിനതികും വഅൽവാനികും. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ മഹാപ്രപഞ്ചത്തെ, ഭൂമിയെ, ആകാശത്തെ സൃഷ്ടിച്ചത്. അതോടൊപ്പം നിങ്ങളെ സൃഷ്ടിച്ചതും നിങ്ങളുടെ ഭാഷയും വർണ്ണവും വ്യത്യസ്തമായതും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാകുന്നു. ഭാഷയും വർണ്ണവും വ്യത്യസ്തമാവുക എന്നത് അള്ളാഹുവിൻ്റെ വലിയ ശക്തിവിശേഷത്തിൻ്റെ ഭാഗമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആളുകളിൽ ഈ ഒരു വ്യത്യസ്തത നിലനിൽക്കുമെന്നും അത് തികച്ചും സ്വാഭാവികമാണെന്നും അത് മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർണ്ണവിവേചനത്തിൻ്റെ പേരും പറഞ്ഞ് ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ വ്യത്യസ്തങ്ങളായ ജോലികൾ സൃഷ്ടിച്ച് ഓരോ മനുഷ്യനെ അടിമകളാക്കി വെക്കാനോ ഉള്ളതല്ലെന്നും പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളെ ബോധിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ നോക്കുങ്ങൾ, അള്ളാഹുവിൻ്റെ മഹാ കഴിവായിട്ടാണ് അള്ളാഹു ഭാഷ വ്യത്യസ്തമായതിനെ കുറിച്ച് പറയുന്നത്. എല്ലാവരും ഒരേ ഭാഷക്കാരാവുക, ഒരു സന്തോഷം ഉണ്ടാവില്ല. എല്ലാവരും വ്യത്യസ്തങ്ങളായ രീതിയിൽ സംസാരിക്കുന്നതും സംസ്കാരം ഉൾക്കൊള്ളുന്നതും വലിയൊരു സൗന്ദര്യമാണ്. പക്ഷേ ഖുർആന്റെ അഭിപ്രായത്തിൽ ഖുർആൻ പറയുന്നത് പ്രകാരം ഭാഷ വ്യത്യസ്തമായത് അള്ളാഹുവിൻ്റെ ഒരു വലിയ ശക്തി വിശേഷണമാണ് എന്നാണ്.